ഹെഡ്ജ് കാര്യം സാമ്പത്തികമാണ്. 2020-23 കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്ത് അതിൽ സേവ് ചെയ്ത മണിയിലാണ് ഞാൻ ബിസിനസ് എന്ന് പറയുന്ന എൻ്റെ ഓൺ ഒരു സ്ഥാപനം എന്ന് പറയുന്നത് ഞാൻ തുടങ്ങുന്നതും അങ്ങനെയാണത് സ്റ്റാർട്ടപ്പ് ചെയ്തത്. 2019 ആൾക്കാർ ഇത് അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി എന്നൊരു മൈൻഡിലേക്ക് എനിക്ക് അങ്ങനെ ഒരു കോൺഫിഡൻസ് വന്നു തുടങ്ങി. സോ അങ്ങനെയാണ് 2019-22 വാസ് എ സ്ട്രഗ്ലിംഗ് പീരീഡ് ഫോർ മീ. ആക്ച്വലി എനിക്ക് അങ്ങനെ ഭയങ്കരമായി നമുക്കൊരു ബൂമോ അല്ലെങ്കിൽ ഒരു അക്സെപ്റ്റൻസി ഉണ്ടായിരുന്നില്ല. ഞാൻ 2019 മാരീഡായി. അതെ, ഒരു ബ്രോക്കൺ മാരേജിൽ കൂടെ കടന്നുപോയി. 1 ഇയർ അബ്യൂസിങ് ഫേസിൽ ഞാൻ കരുതിയത് എങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോകും എന്നായിരുന്നു. ബിക്കോസ് ഒരിക്കലും ഞാൻ എൻ്റെ അച്ഛനോടോ അമ്മയോടോ ഞാനൊരു അബ്യൂസിൽ കൂടെ ആണ് കടന്നു പോകുന്നതെന്ന് പറയുന്നുണ്ടായിരുന്നില്ല. ബിക്കോസ് എനിക്ക് പേടിയായിരുന്നു അവർ ഭയങ്കര തളർന്നു പോവോ. കാരണം ഒറ്റ ക്വസ്റ്റ്യൻ ചോദിച്ചു വീട്ടിൽ വന്നപ്പോൾ, മോക്ക് ഈ ബന്ധം വേണോ വേണ്ടയോ? വേണ്ട എന്ന് പറഞ്ഞു. ശരി, വിട്ടേക്ക്, ഇനി അതിനെപ്പറ്റി സംസാരിക്കണ്ട എന്ന് പറഞ്ഞ് ആ റിലേഷൻഷിപ്പിൽ നിന്ന് വെളിയിൽ വരാൻ തന്നെ അവർ ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്തത്. ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഒരു വുമണിനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആക്ച്വലി ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഈസ് എവറിത്തിങ്. പ്രയോറിറ്റൈസ് യുവർ സെൽഫ്. ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഈസ് എവറിത്തിങ് അല്ലേ. ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയ ടൈമിലാണ് 2022 ഞാൻ എൻ്റെ സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതും. ഇപ്പോൾ 2025 നിൽക്കുമ്പോൾ എടപ്പള്ളിയിൽ നമുക്കൊരു പുതിയ സ്റ്റുഡിയോ ഔട്ട്ലെറ്റ് ഞങ്ങൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് പൊതുവെ നെയിൽസ് വളർത്താനും നെയിൽ പോളിഷ് ഇടാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. കുട്ടിക്കാലത്ത് നമ്മൾ ക്യൂടെക്സ് എന്ന് പറഞ്ഞ് ഇട്ടുകൊണ്ടിരുന്ന സാധനം ഇന്ന് വളർന്ന് വലുതായി വലിയൊരു നെയിൽ ആർട്ട് ബിസിനസ്സായി മാറി. സോ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് നെയിൽസ് ബൈ രാഖിയിലെ രാഖിയാണ്. സോ രാഖി, വെൽക്കം ടു കാര്യം സാമ്പത്തികമാണ് വിത്ത് അനുശ്രീദാസ്. ഹായ് അനു. രാഖി, എങ്ങനെയാണ് ഈ നെയിൽ ആർട്ട് ബിസിനസ്സിലോട്ട് വന്നത്? ഞാനൊരു 2013 ബിടെക് പാസ്സാവുന്നത്. ആ ടൈമിൽ തന്നെ ഞാൻ വളരെ ചെറുതിൽ തന്നെ ഡ്രോയിങ് ഒക്കെ എനിക്ക് വളരെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യമായിരുന്നു. ബട്ട് ഞാൻ ഒരുപാട് വളരെ പേഴ്സണലായിട്ട് എൻ്റെ ഒരു പേഴ്സണൽ സ്പേസിൽ മാത്രമാണ് ഡ്രോയിങ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. സോ കോളേജ് ടൈം കഴിഞ്ഞതിന് ശേഷം ഞാൻ ജോബ് പ്ലേസ്ഡ് ആയതിനു ശേഷം എൻ്റെ ഒരു കൊളീഗ് ആ ടൈമിൽ കൊറിയ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ആൾ തിരിച്ചു വന്ന സമയത്ത് ആളുടെ കയ്യിൽ ഇതുപോലെ ആർട്ട് കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായി. സോ എൻ്റെ ഒരു പാറ്റേൺ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു 10 to 12 months ഏതെങ്കിലും ഒരു ആർട്ട് ചെയ്യും, ദെൻ അത് കഴിഞ്ഞിട്ട് അതിനോട് ഇൻട്രസ്റ്റ് തീരും, ദെൻ അടുത്തതിലേക്ക് സ്കിപ്പ് ചെയ്യും. അങ്ങനെ ഒരു കാര്യമായിരുന്നു. ബട്ട് സഡൻലി എനിക്ക് ഇത് ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര മൈൻഡിൽ തന്നെ ഒരു പുതിയ ടൈപ്പ് ഓഫ് ആർട്ട് അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് തോന്നി. അങ്ങനെയാണ് ഇത് പതുക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ 2014 ഞാൻ കോയമ്പത്തൂർ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ അവിടെ ഫ്രണ്ട്സിൻ്റെ കയ്യിലൊക്കെ ചെറുതായിട്ട് ചെയ്തു നോക്കി. ദെൻ അതിനുശേഷം ചെറിയ അന്ന് നെയിൽ പോളിഷ് അല്ലെങ്കിൽ നെയിൽ ആർട്ട് എന്നൊരു കൺസെപ്റ്റ് ഇവിടെ അറിയില്ല, ആർക്കും അറിയുമെന്ന് പോലും അറിയില്ല. സോ ആ ഒരു ടൈമിൽ ഞാൻ ഫ്രണ്ട്സിന് ചെയ്യുന്നുണ്ടായിരുന്നു. ദെൻ അത് കഴിഞ്ഞ് ചെറിയ കമ്പനീസിന് കൊളാബ് റിക്വസ്റ്റ് കൊടുത്തു തുടങ്ങി. ദെൻ അതൊരു 2015-18 ഞാനൊരു 19 ഇൻ്റർനാഷണൽ കമ്പനീസിൻ്റെ ഓൺ പ്രോഡക്റ്റ് റിവ്യൂവറായി. സോ ഇൻ്റർനാഷണൽ പ്രോഡക്റ്റ് റിവ്യൂവറായി. സോ ആ ഒരു ബ്രാൻഡ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് 2019 ഞാൻ പ്രൊഫഷൻ സ്വിച്ച് ചെയ്യാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നതും. ദെൻ 2019 ഞാൻ ലാക്മേ അക്കാഡമിയുടെ കുറച്ച് നാൾ, അതായത് ഒരു 6 months അവിടെ ട്രെയിനി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ദെൻ ഞാൻ എൻ്റെ ഓൺ ബ്രാൻഡിങ് ചെയ്യാമെന്നുള്ള ഒരു പ്ലാനിലേക്ക് സ്വിച്ച് ചെയ്യുമായിരുന്നു ഉണ്ടായത്. അപ്പോൾ ഈ ഒരു 2019 വരെ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്, പക്ഷേ എനിക്കറിയില്ല എത്രത്തോളം പേര് ഇത് അക്സെപ്റ്റ് ചെയ്യും. ബിക്കോസ് കേരളത്തിൽ ഇതാർക്കും അറിയുന്ന ഒരു കാര്യമല്ല. സോ ഞാൻ ചെറിയ വർക്ക്ഷോപ്സ് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങി. കോയമ്പത്തൂർ വർക്ക് ചെയ്യുന്ന ടൈമിൽ തന്നെ ഞാൻ എറണാകുളം, ട്രിവാൻഡ്രം ഒക്കെ മേജർ സിറ്റീസിൽ ഫാഷൻ സ്കൂൾ ഓഫ് സയൻസിൽ കുറേ അധികം കുട്ടികൾക്ക് ഞാൻ ക്ലാസ്സസ് എടുത്തിട്ടുണ്ട്, വർക്ക്ഷോപ്സ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ 2019 ആൾക്കാർ ഇത് അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി ഒരു മൈൻഡിലേക്ക് എനിക്ക് അങ്ങനെ ഒരു കോൺഫിഡൻസ് വന്നു തുടങ്ങി. സോ അങ്ങനെയാണ് 2019-22 വാസ് എ സ്ട്രഗ്ലിംഗ് പീരീഡ് ഫോർ മീ. ആക്ച്വലി എനിക്ക് അങ്ങനെ ഭയങ്കരമായി നമുക്കൊരു ബൂമോ അല്ലെങ്കിൽ ഒരു അക്സെപ്റ്റൻസി ഉണ്ടായിരുന്നില്ല. ബട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് 2022 ആയപ്പോഴേക്ക് എല്ലാവരും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് നെയിൽസ് ബൈ രാഖി എന്നൊരു
ബ്രാൻഡിങ് അല്ലെങ്കിൽ ഒരു ബ്രാൻഡിലേക്ക് ഇന്ന് ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നത്. എനിക്ക് ഓർമ്മയുണ്ട് പണ്ട് ഇനി ആദ്യമൊക്കെ നമ്മളൊരു വീട്ടിലായിരുന്നു അതെ, എക്സാക്ട്ലി. അനുവും ഞാനും കഴിഞ്ഞ 4 വർഷമായിട്ട് പരിചയമായിട്ടുള്ളവരാ. അപ്പോൾ ആ ടൈമിൽ അനു എൻ്റെ ഫ്ലാറ്റിൽ വന്നിട്ടുണ്ട് അല്ലേ, നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. സോ എൻ്റെ ഇനിഷ്യൽ ടൈം എന്ന് വെച്ചാൽ നമുക്കൊരു പ്രോപ്പർ ഇൻകം വേണം, അല്ലെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് വേണം. നമ്മളൊരു എറണാകുളത്തൊരു ബിസിനസ് തുടങ്ങുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. സോ എനിക്ക് പേരൻസിനെ ഡിപ്പെൻഡ് ചെയ്യാതെ എൻ്റെ ഓൺ മണിയിൽ തന്നെ എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടായിരുന്നു. സോ 2019 to 23 വാസ് എ സ്ട്രഗ്ലിംഗ് പീരീഡ് എന്ന് തന്നെ എനിക്ക് പറയാം, 22 വരെ. ബിക്കോസ് ആ ടൈമിലൊക്കെ ഞാൻ ക്ലാസ്സസ് ഫ്ലാറ്റിൽ തന്നെ കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ദെൻ ഒറ്റയ്ക്കായിരുന്നു, എനിക്ക് അന്നേരം സ്റ്റാഫോ അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നില്ല. ഞാൻ ഒറ്റയ്ക്ക് തന്നെയായിരുന്നു ചെയ്തിരുന്നത്. അനു വരുമ്പോഴും ഒരുപാട് തവണ നമ്മൾ അപ്പോയിൻമെൻറ്റ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. 2022 എനിക്ക് കംപ്ലീറ്റ് ആയിട്ടൊരു കോൺഫിഡൻസ് വരുന്നത്. ഓക്കെ, ഞാൻ ഇനി ഒരു സ്റ്റുഡിയോ എന്നുള്ള കൺസെപ്റ്റിലേക്ക് എത്താം എന്നുള്ളതും അങ്ങനെ ഒരു ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയ ടൈമിലാണ് 2022 ഞാൻ എൻ്റെ സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതും. ഇപ്പോൾ ബൈ ഗോഡ് ഗ്രേസ് ഇപ്പോൾ 2025 നിൽക്കുമ്പോൾ എടപ്പള്ളിയിൽ നമുക്കൊരു പുതിയ സ്റ്റുഡിയോ ഔട്ട്ലെറ്റ് ഞങ്ങൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ദെൻ ഇപ്പോൾ 2 ഔട്ട്ലെറ്റും ഒരു അക്കാഡമി ആയിട്ടുണ്ട് നമുക്ക്. ഈ ഏർലി ടൈംസിൽ എന്തൊക്കെയായിരുന്നു മെയിൻലി ചാലഞ്ചസ് ഫേസ് ചെയ്തിട്ടുള്ളത്? എൻ്റെ ഏർലി ടൈമിലുള്ള ചാലഞ്ചസ് എന്താണെന്ന് വെച്ചാൽ, ഇനിഷ്യലി എനിക്ക് 2019 ഒന്ന് ചെറുതായിട്ട്, ഞാൻ പറഞ്ഞില്ലേ ബുമ്മായി വരുന്ന ടൈമിലാണ് കൊറോണ ഭയങ്കരമായിട്ട് ഹിറ്റായത്. സോ 2019 and 21 അതിനെ വല്ലാണ്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ ഏർലി സ്റ്റേജസിൽ ഡെഫിനറ്റ്ലി അത് ഫിനാൻഷ്യൽ തന്നെയാണ് നമുക്ക് ആദ്യമായിട്ടുള്ള ചലഞ്ച് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ഇതൊരു നെയിൽസ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആണോ, അല്ലെങ്കിൽ അതൊരു സൈഡിലേക്ക് മാറ്റപ്പെടേണ്ടത്, അങ്ങനെ ഒരു സർവീസ് എന്നതിൽ നിന്നും ഞാൻ ഇന്ന് ഇതൊരു ഇമ്പോർട്ടൻ്റ് ഘടകമാണ്, ബ്രൈഡ്സ് ഉൾപ്പെടെ മേക്കപ്പ് ചെയ്യുന്ന ഉൾപ്പെടെ അല്ലെങ്കിൽ സാരി ഡ്രേപ്പിംഗ് ചെയ്യുന്ന പോലെ തന്നെ നെയിൽസും അതിനൊരു ഇമ്പോർട്ടൻ്റ് ഘടകമാണ് എന്ന് എത്തിച്ചതിലേക്ക് നമുക്കൊരു മേജർ റോൾ ഉണ്ടെന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. സോ അതൊക്കെയായിരുന്നു ഇനിഷ്യൽ ടൈമിലുള്ള എൻ്റെ ചാലഞ്ചസും. ഫിനാൻഷ്യലി എങ്ങനെയായിരുന്നു, ഫണ്ടിങ് ഒക്കെ എങ്ങനെയായിരുന്നു ആദ്യം തുടങ്ങുന്ന ടൈമിൽ? ഫിനാൻഷ്യൽ ഫണ്ടിങ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വളരെ ചലഞ്ചിങ് ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. സോ ഞാൻ 2019 മാരീഡായി. ദെൻ ഒരു മാരേജ്, അതായത് ഒരു ബ്രോക്കൺ മാരേജിൽ കൂടെ കടന്നുപോയി. അങ്ങനെ വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ടൈമായിരുന്നു. സോ പാരൻസിൻ്റെ സകലമാന ഫിനാൻഷ്യൽ അസറ്റ്സും അതിലേക്ക് ഇന്ന് കേരളത്തിൽ ഒരുപാട് പേര് അനുഭവിക്കുന്ന അതേ രീതിയിലുള്ള കുറേ അധികം കാര്യങ്ങളിൽ കൂടെ കടന്നുപോയി. 2020 ഞാൻ അതിൽ നിന്ന് ഇറങ്ങിയ ഒരാളാണ്. സോ ആ ഒരു ടൈമിൽ എന്നെ സംബന്ധിച്ച് ഫിനാൻഷ്യൽ എന്ന് പറയുന്നത് ഇനിയും പാരൻസിനോട് പോയി ചോദിക്കുക എന്നുള്ളത് എന്നെക്കൊണ്ട് ആലോചിക്കാൻ പോലും പറ്റുന്നൊരു കാര്യമല്ല. ഈവൻ എൻ്റെ പാരൻസ് വളരെ സപ്പോർട്ടീവാണ്, അവരെന്നെ ഹെൽപ്പും ചെയ്തേനെ. പക്ഷേ എനിക്ക് എൻ്റെ പാരൻസിന് ഭയങ്കര കൺസേൺ ആയിരുന്നു. ബിക്കോസ് ഞാൻ മുമ്പ് വർക്ക് ചെയ്തിരുന്ന എൻജിനീയറിംഗ് ഫീൽഡ് വിട്ടിട്ട് ഞാൻ വേറെ ഒരു ഫീൽഡിലേക്കാണ് വരുന്നത്. ആൻഡ് മോർ ദാൻ ഇവിടെ ആർക്കും അറിയാത്തൊരു ഫീൽഡ്. എൻ്റെ അച്ഛനും അമ്മയും എപ്പോഴും ചോദിക്കുമായിരുന്നു, മോളെ ആ പഴയ ജോബിലേക്ക് തിരിച്ചു പോയിട്ട് അവിടെ നിന്ന് വേണമെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ള പോലെ ഇത് ചെയ്യൂ, സൈഡിലായിട്ട് ചെയ്യൂ, എന്തിനാ ഇതിങ്ങനെ ഒരു ബിസിനസ് എന്നുള്ള ഒരു സ്വപ്നത്തിലേക്ക് ഇരിക്കുന്നതെന്ന്. ബട്ട് ഇപ്പോൾ എല്ലാവരും ഹാപ്പിയാണ്. ബട്ട് ഈ പറഞ്ഞ പോലെയുള്ള ചലഞ്ചസ്, ഫിനാൻഷ്യൽ ചലഞ്ചസ് വാസ് വളരെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഒരു 3 ഇയേഴ്സോളം ഞാൻ വളരെയധികം ബുദ്ധിമുട്ടിയാണ് ഇവിടേക്ക് എത്തിയത്. ആക്ച്വലി പറഞ്ഞാൽ നമുക്കൊരു മോർണിംഗ് 6 o'clock ഞാൻ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ട്. ഈവനിങ് ചിലപ്പം മൂവി ഇൻഡസ്ട്രി ഉള്ള ആൾക്കാരായിരിക്കും കൂടുതലും എൻ്റെ ക്ലയൻറ്റ്സ് ഇനിഷ്യൽ ടൈമിലുണ്ടായിരുന്നത്. അപ്പോൾ ആ ടൈമിലൊക്കെ ചിലപ്പം ഷൂട്ട് കഴിഞ്ഞിട്ടുള്ള ടൈം 8 o'clock കഴിഞ്ഞിട്ട്, ചിലപ്പോൾ 10 o'clock കഴിഞ്ഞിട്ട്, എൻ്റെ ഫ്ലാറ്റിൽ തന്നെ നമ്മളൊരു ഹോം സ്റ്റുഡിയോ ആയിരുന്നതുകൊണ്ട് ആ ടൈമിലും എനിക്ക് ചെയ്യാവുന്നത് കൊണ്ടും അന്ന് അത്രയും കിട്ടുന്ന ഓരോ പൈസയ്ക്കും അത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടും നെക്സ്റ്റ് ലെവൽ എനിക്ക് സ്റ്റുഡിയോ ആണെന്നുള്ളത് കൊണ്ടും കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. 2021 to 23 എൻ്റെ പാരൻസിനെ ഓണത്തിന് പോലും കണ്ടിട്ടുണ്ടാവില്ല. ബിക്കോസ് ഞാൻ ലീവ് പോലും എടുക്കാതെ ഇരുന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. ഡെഫിനറ്റ്ലി ആ ഒരു 3 ഇയേഴ്സ് ഞാൻ 2020 to 23 കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്ത് അതിൽ സേവ് ചെയ്ത മണിയിലാണ് ഞാൻ ബിസിനസ് എന്ന് പറയുന്ന എൻ്റെ ഓൺ ഒരു സ്ഥാപനം എന്ന് പറയുന്നത് ഞാൻ തുടങ്ങുന്നതും അങ്ങനെയാണത് സ്റ്റാർട്ടപ്പ് ചെയ്തത്. അപ്പോൾ ഇത് പ്രൈസിംഗ് ഒക്കെ എങ്ങനെയായിരുന്നു ഫിക്സ് ചെയ്ത്? ഇപ്പോൾ നമ്മളൊരു പുതിയൊരു കാര്യം ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നെയിൽസ്
നെയിൽസിന് അത്രയും ആൾക്കാർ ഇമ്പോർട്ടൻസ് കൊടുക്കുമോ, ഇത്രയും പൈസ കൊടുക്കാമോ എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ നോർമലി ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ എങ്ങനെയാണത്, ലൈക്ക് ഹൗ ഡിഡ് യു കൺവിൻസ് ദ പീപ്പിൾ? ഓക്കെ. സോ ഇനിഷ്യൽ ടൈമിൽ എനിക്ക് കൺവിൻസിങ് എന്ന് പറയുമ്പോൾ ഇതൊരു മൊണോപ്പൊളി ആയിരുന്നു ഞാൻ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ. സോ ഇവിടെ മുമ്പൊരു സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. ആ ടൈമിൽ അവരും ഒരു ഫെയർ പ്രൈസിലാണ് അത് പൊയ്ക്കൊണ്ടിരുന്നത്. സോ ഞാൻ ആ ഒരു റേറ്റിൽ സ്റ്റാൻഡേർഡ് റേറ്റ് എൻ്റെ വർക്കിൻ്റെ ക്വാളിറ്റി, എൻ്റെ ടൈമിങ്, നമ്മുടെ ബ്രാൻഡിന് എത്രത്തോളം പ്രോഡക്റ്റ് ക്വാളിറ്റി ഉണ്ട്, ഇതെല്ലാം ചേർത്തിട്ടായിരുന്നു പ്രോഡക്റ്റിനല്ല സർവീസിൻ്റെ പ്രൈസസ് ഞാൻ പ്രൈസിങ് ചെയ്തിരുന്നത്. ഡെഫിനറ്റ്ലി നമ്മൾ ബാക്കി മാർക്കറ്റ്സിലുള്ള പ്രൈസസും കമ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ അങ്ങനെ കേരളത്തിലൊരു ബ്രോഷർ എടുത്ത് കമ്പയർ ചെയ്യാനും മാത്രം ഒരു സ്റ്റുഡിയോ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ ഉണ്ടായിരുന്ന സ്റ്റുഡിയോസിൻ്റെതും കമ്പയർ ചെയ്തു. നമ്മൾ കൊടുക്കുന്ന പ്രൈസും നമ്മളുടെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയും ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഞാൻ പ്രൈസിങ് ചെയ്തതും. ഇനിഷ്യലി തന്നെ ഇപ്പോൾ നമ്മുടെ അടുത്ത് വരുന്ന ക്ലയൻസ് വീണ്ടും വീണ്ടും വരുന്നുണ്ട്. പ്രോഡക്റ്റ് ക്വാളിറ്റിയിലാണെങ്കിലും നമ്മൾ ചെയ്യുന്ന സോഴ്സിങ് എല്ലാം തന്നെ ഔട്ട്സൈഡ് കൺട്രീസിൻ്റെ സോഴ്സിംഗ് ആണ് പ്രോഡക്ട്സ് ഫുള്ളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ. അപ്പോൾ ആ ഒരു പ്രൈസിങ്ങിലും ആ ഒരു ക്വാളിറ്റിയിലും കോംപ്രമൈസ് ചെയ്യാതെ എന്നാൽ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൈസിങ്ങിലാണ് നമ്മളിത് ചെയ്തിരുന്നത്. അപ്പോൾ ഈ നെയിൽ ആർട്ട്, അതുപോലെ നെയിൽ എക്സ്റ്റൻഷൻ, അതൊക്കെ പലതരത്തിലുണ്ടല്ലോ. അപ്പോൾ അതെന്താണെന്നൊന്ന് പറയാം. ഷുവർ. അപ്പോൾ നെയിൽ ആർട്ട് എന്ന് പറയുന്നതും നെയിൽ എക്സ്റ്റൻഷൻസ് എന്ന് പറയുന്നതും രണ്ട് പ്രോസസ്സാണ്. സോ ആദ്യത്തെ നെയിൽ ആർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഓൺ നെയിൽസിൽ അത്യാവശ്യം നെയിൽസിന് ലെങ്ത് ഉള്ളവരാണെങ്കിൽ ആ നെയിൽസിൻ്റെ പുറത്ത് തന്നെ ജെൽ പോളിഷ് ഇട്ട് ചെയ്യുന്ന സർവീസാണ് നെയിൽ ആർട്ട് എന്ന് പറയുന്നത്. ഇനി നെയിൽ എക്സ്റ്റൻഷൻസ് എന്ന് പറയുന്നത് സപ്പോസ് ഇപ്പോൾ ഒരാൾക്ക് നെയിൽസ് വളരെ ബ്രിട്ടിലായിട്ടുള്ള ഒരു കണ്ടീഷൻ ആണെങ്കിൽ നമ്മൾ നെയിൽസ് സ്കൾപ്റ്റ് ചെയ്ത് ഫിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ആർട്ട് ചെയ്യുന്നതാണ് നെയിൽ എക്സ്റ്റൻഷൻസ് എന്ന് പറയുന്നത്. സോ ഇനിഷ്യൽ ടൈമിലൊക്കെ നമുക്ക് നെയിൽ എക്സ്റ്റൻഷൻ സർവീസ് എന്ന് പറയുമ്പോൾ നമുക്ക് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ബിൽഡർ ജെൽസ്, അക്രിലിക് മെറ്റീരിയൽസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ പ്രസോൺസ് വരെ ഉള്ള ടൈമാണ്. സോ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ട്രെൻഡിനനുസരിച്ച് തന്നെ എല്ലാ ടൈപ്പ് ഓഫ് എക്സ്റ്റൻഷൻസും ഇപ്പോൾ ഒരു ലോങ് ടേമിലേക്ക് പോകേണ്ട എക്സ്റ്റൻഷൻസ് ആണെങ്കിലും ഷോർട്ട് ടേം പീരീഡിലേക്കാണെങ്കിലും കസ്റ്റമേഴ്സിന് എന്താണോ വേണ്ടത് അതിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്താണ് എക്സ്റ്റൻഷൻസ് ചെയ്യാറുള്ളത്. ഇപ്പം ബിസിനസ്സിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് ബഡ്ജറ്റിംഗ് ഒക്കെ, അതായത് ഇൻകംസും എക്സ്പെൻസസും ഒക്കെ എങ്ങനെ മാനേജ് ചെയ്യുന്നത്? തനിയാണോ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്? എനിക്ക് CA ആൻഡ് ഒരു ടീമുണ്ട്. CAയും CAയുടെ ഓഫീസ് ടീംസും എല്ലാം ഉണ്ട്. ഇനിഷ്യൽ ടൈമിൽ എനിക്ക് ഞാൻ ഈ പറഞ്ഞിരുന്നല്ലോ, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇൻകം വരുന്നുണ്ട്, പക്ഷേ ഇത് എക്സ്പെൻസസ് പോകുന്നതും ബാക്കി കാര്യങ്ങളും ടാലി ആവുന്നതിനെ പറ്റി എനിക്കൊരു ഐഡിയ ഉള്ള ആളല്ല. ബിക്കോസ് നമ്മളൊരു ലിമിറ്റഡ് ഇൻകത്തിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ്, സേവിങ്സ് ചെയ്ത് വന്നതാണ്. പക്ഷെ അതിന് ശേഷമുള്ള ഈ ഒരു ഇൻകം എങ്ങനെ ഈ ഫ്ലോയെ കൊണ്ടുപോകണം എന്നുള്ളത് എനിക്ക് ഇനിഷ്യലി ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. പിന്നീട് അത് CAയുടെ ഓഫീസ് ടീമിൻ്റെയും അവരൊരു ടീം ഫുൾ മെമ്പേഴ്സായിട്ടുണ്ട്. അവർ ചേർന്നിട്ടാണ് പിന്നീട് നമുക്കൊരു കംപ്ലീറ്റ് എങ്ങനെയാണ് ഇൻകം എങ്ങനെയൊക്കെ സ്പ്ലിറ്റ് ചെയ്ത് നമ്മളൊരു മന്ത്ലി ഒരു സാലറി വൈസ് എടുത്ത് ബാക്കിയുള്ളത് എങ്ങനെ സേവ് ചെയ്ത് അടുത്ത മന്തിലേക്ക്, അടുത്ത ഒരു ഇയറിലേക്ക്, അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഒരു ബിസിനസ്സിൻ്റെ ഒരു ഡൗൺ ടൈമിലേക്ക് എങ്ങനെ സേവ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് യൂസ് ചെയ്യണം എന്നുള്ളതെല്ലാം അത് നമ്മുടെ CA ആൻഡ് ടീം തന്നെയാണ് ചെയ്യുന്നത്. ഞങ്ങൾക്കൊരു വണ്ടർഫുൾ ടീമാണുള്ളത്. CA ഫൈസിൻ്റെ ഫുൾ ടീമാണ് ഞങ്ങളെ ഇതിൽ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാഖി നോർമലി സാലറി ആയിട്ടാണോ എടുക്കാറ് അതോ പ്രോഫിറ്റ്സിൻ്റെ പോർഷൻ? അല്ല, പ്രോഫിറ്റ് പോർഷൻ അല്ല എടുക്കുന്നത്. ഡെഫിനറ്റ്ലി ഞാൻ സാലറി ആയിട്ടാണ് എടുക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ഇയറിൽ നമുക്കറിയാമല്ലോ നമ്മുടെ ഒരു ഫിനാൻഷ്യൽ ഗ്രോത്ത് എങ്ങനെയായിരിക്കും, അതിനനുസരിച്ചായിരുന്നു കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സെക്കൻഡ് ഇയറിലും അതുപോലെ തന്നെ കുറച്ചുകൂടി ഇൻക്രീസ് ചെയ്തെടുത്തു. ബിക്കോസ് നമ്മുടെ ഒരു കോസ്റ്റ് ഓഫ് ലിവിങ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, അത് ഓരോ ഇയറിലും ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. സോ ഫസ്റ്റ് ഇയറിൽ ഉണ്ടായിരുന്ന ഒരു തരത്തിലല്ല ഇപ്പോൾ സെക്കൻഡ് ഇയറിൽ. സോ ഫസ്റ്റ് ഇയറിനെക്കാട്ടിൽ കുറച്ചും കൂടെ അത് ഇൻക്രീസ് ആയപ്പോൾ ഞാൻ അതിനനുസരിച്ച് നമ്മളുടെ സാലറി കുറച്ചും കൂടെ ഇൻക്രിമെൻറ്റ് ചെയ്ത് എഴുതിയെടുക്കുക ചെയ്യുന്നത് മന്ത്ലി. നോർമലി ഈ പ്രോഫിറ്റ്സ് കമ്പനിയിൽ നിന്ന് വരുന്നത് അത് വാട്ട് യു നോർമലി ഡു? അതിനെ ഇൻവെസ്റ്റ് ചെയ്യുമോ അതോ ഈ ബിസിനസ്സിൽ തന്നെ റീഇൻവെസ്റ്റ് ചെയ്യുമോ? ഞാനിപ്പോൾ 2022 to 24 വരെ ഞാൻ സേവിങ്സ് പ്ലാനിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അത് കൂടാതെ 2025 ആയപ്പോൾ റീഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ളത്രയും നമ്മൾ ആ ഒരു കോൺഫിഡൻസിലേക്ക് നമുക്ക് കാര്യങ്ങൾ വന്നതിന് ശേഷം റീഇൻവെസ്റ്റ്മെൻറ്റും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരേ ബിസിനസ്സിൽ തന്നെ ഒരേ രീതിയിൽ നമുക്ക്
ഈ ഒരു മൊണോപ്പൊളി എല്ലാ കാലത്തും സൂക്ഷിക്കാൻ പറ്റില്ല എന്നുള്ളത് അറിയാം എല്ലാ ബിസിനസ്സിനും. സോ അതിനനുസരിച്ച് ഇപ്പോൾ മാറ്റി അടുത്തൊരു ഫീൽഡിലേക്ക് അങ്ങനെയുള്ള പ്ലാനിങ്സിലും ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം രാഖിയും ഈ സാലറിയിൽ നിന്ന് സേവിങ്സ് ചെയ്യാറുണ്ടോ? എങ്ങനെയാണ് നോർമലി? അതെ, സാലറിയിൽ നിന്ന് സേവിങ്സ് ചെയ്യാറുണ്ട്. അതിൽ നിന്നും ഒരു പോർഷൻ സേവ് ചെയ്യാറുണ്ട്. ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ഭയങ്കര ഫിനാൻഷ്യൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഫാമിലിയിൽ നിന്നല്ല വരുന്നത്. സോ നമ്മൾക്ക് ഈ ഒരു ഹൈപ്പർ ഇൻഡിപെൻഡൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലൈഫിൽ. ആൻഡ് ഈ സേവിങ്സ് ഉണ്ടെങ്കിലേ ഇനി ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. സോ അതെല്ലാം കൺസിഡർ ചെയ്തിട്ട് സേവിങ്സിൽ കൂടെ തന്നെയാണ് കാര്യങ്ങളെല്ലാം പോകുന്നത്. ഇപ്പം ഫാമിലിയിൽ ഏറ്റവും ബിഗ്ഗസ്റ്റ് സപ്പോർട്ട് ആരാണ്? ഫാമിലിയിൽ ആരായിരുന്നു? അമ്മയോ അച്ഛനോ ആരാണ് ഏറ്റവും നന്നായി ഫിനാൻസ് ഒക്കെ മാനേജ് ചെയ്തിരുന്നത്? അവർ അച്ഛൻ അമ്മ എല്ലാവരും വളരെ സപ്പോർട്ടീവാണ് അനുശ്രീ. അവർ വളരെ ഒരു നോർമൽ, എൻ്റെ പേരൻസ് എല്ലാം വളരെ നോർമലായിട്ടൊരു ഫാമിലിയിൽ നിന്ന് വരുന്നതാണ്. സോ അവർക്ക് ഈ ഫിനാൻഷ്യൽ കാര്യങ്ങളെ പറ്റിയിട്ട് വലിയ പിടിയുള്ള ആൾക്കാരല്ല. ഞാനൊരു വളരെ നാട്ടിൻ പുറത്തുനിന്നാണ് വരുന്നത്. അപ്പോൾ പേരൻസ് നാട് മണ്ണടി എന്ന് പറയും, അടൂരാണ് സ്ഥലം, അടൂർ മണ്ണടി. ഓക്കെ. സോ ഈ അച്ഛൻ പണ്ട് ബിസിനസ്സായിരുന്നു ചെയ്തിരുന്നത്. അച്ഛൻ ബിസിനസ് ചെയ്തു കുറച്ച് നാൾ, അതായത് ഞാനൊരു എൻജിനീയറിംഗ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ബിസിനസ്സൊക്കെ ക്വിറ്റ് ചെയ്തിരുന്നു. സോ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെല്ലാവരും ഇൻഡിപെൻഡൻ്റ് ആയിട്ട്, ഞാൻ ബ്രദറൊക്കെ വളർന്നതിന് ശേഷം ഞങ്ങൾ പിന്നീട് അച്ഛനോട് പറഞ്ഞു, ഇനി ഒന്നും ചെയ്യണ്ട, ഞങ്ങൾ ചെയ്തോളാം കാര്യങ്ങൾ, അങ്ങനെ പറഞ്ഞിട്ട്. സോ അവരെ സംബന്ധിച്ച് അനു ചോദിച്ച പോലെ ഇപ്പോൾ അവരാണോ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി, ഐ മീൻ ഞങ്ങളുടെ സ്റ്റഡീസ് ആണെങ്കിലും മാരേജ് ആണെങ്കിലും ഓരോ ഘട്ടത്തിലും അച്ഛൻ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്തിരുന്നതും. അച്ഛനായിരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് ആക്ച്വലി. ഇപ്പം രാഖിക്ക് എന്താ തോന്നുന്നത്, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഒരു വുമണിനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആക്ച്വലി. ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഈസ് എവറിത്തിങ് ഞാൻ ചോദിച്ചാൽ. ബിക്കോസ് ഞാനൊരു അക്കാഡമി റൺ ചെയ്യുന്നുണ്ട്. സോ അറൗണ്ട് ഞാനൊരു 1000 മുകളിൽ സ്റ്റുഡൻസ് എൻ്റെ അക്കാഡമി പഠിച്ചിറങ്ങിയിട്ടുണ്ട്. ആര് വന്നാലും ഞാൻ ഫസ്റ്റ് പറയുന്ന കാര്യമാണ്, പ്രയോറിറ്റൈസ് യുവർ സെൽഫ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഈസ് എവറിത്തിങ് അല്ലേ. ബിക്കോസ് അനുവും വർക്ക് ചെയ്യുന്നതാണ് വർഷങ്ങളായിട്ട്. സോ വി നോ ഹൗ ഹാർഡ് ഇറ്റ് ഈസ് വിത്തൗട്ട് മണി. നമ്മൾ സ്ട്രഗിൾ എങ്ങനെയായിരിക്കും ചെയ്യുന്നത്. ബിക്കോസ് പ്രീവിയസ് ലൈഫിൽ ഞാനത് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത ഒരാളാണ്. പ്രത്യേകിച്ച് നമുക്കത് കയ്യിലുള്ളപ്പോൾ ഭയങ്കര ഒരു കോൺഫിഡൻസ് ആണ്. എക്സാക്ട്ലി, അതെ. അതെ, ആ ഒരു കോൺഫിഡൻസ് നമുക്ക് മറ്റൊന്നിനും തരാൻ പറ്റില്ല അല്ലേ. ആ ഒരു ഇനിഷ്യലി ഇപ്പം നമുക്ക് ഇനിഷ്യലി ടൈമിൽ എനിക്ക് ആക്ച്വലി ഞാൻ വന്ന ടൈമിലെ കാര്യമാണ് പറയുന്നത്. ഫ്രണ്ട്സ് കുറച്ച് പേരുണ്ടായിരുന്നു, വളരെ ക്ലോസ്ഡ് ലിമിറ്റഡ് സർക്കിളിലുള്ള ആൾക്കാരാണ് എനിക്കുള്ളത്. എല്ലാവർക്കും അറിയായിരിക്കും, വീണ, അങ്ങനെ കുറച്ച് ഫ്രണ്ട്സേ എനിക്കുള്ളൂ. വളരെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് എനിക്ക് വീണ, അങ്ങനെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. ഫ്രണ്ട്സ് ലിസ്റ്റിൽ എന്ന് പറയാൻ ഒരു 3-4 ഗേൾസ് ഫ്രണ്ട്സ് എന്ന് പറയാനൊരു വീണ, സിൻസി, അങ്ങനെ ഒരു ചെറിയ ലിമിറ്റഡ് ഫ്രണ്ട്സ് സർക്കിളാണ് എനിക്കുള്ളത്. അപ്പം അന്നത്തെ ടൈമിലും എൻ്റെ സ്ട്രഗ്ലിങ് ഫേസിൽ ആരൊക്കെയാണോ എന്നെ കണ്ടിട്ടുള്ളത്, ഇന്നും ആ സർക്കിൾ മാത്രമേ എനിക്ക് ഇവിടെയുള്ളൂ. സോ ആ ടൈമിൽ ഞാൻ ഈ ഫിനാൻഷ്യൽ സ്ട്രഗിളിൻ്റെ കാര്യം പറയുക, അന്ന് ഞാൻ നിൽക്കുന്ന എൻ്റെ ഫ്ലാറ്റിൻ്റെ റെൻറ്റ് അടയ്ക്കാനുള്ള ബുദ്ധിമുട്ട് പോലും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ആ ടൈമിൽ എന്നെ ഫ്രണ്ട്സ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അവരെല്ലാവരും പറയാറുണ്ട്, ഇപ്പോൾ നിൻ്റെ ഗ്രോത്ത് കാണുമ്പോൾ ഭയങ്കര അഭിമാനം തോന്നുന്നുണ്ട്, കാരണം നമ്മൾ ആ സ്ക്രാച്ചിൽ നിന്ന് കണ്ടിട്ട് വന്നതാണ് എന്നുള്ളത് പറയാറുണ്ട്. സോ ഫിനാൻഷ്യൽ ഫ്രീഡം ഈസ് എവറിത്തിങ് ആക്ച്വലി. ഇപ്പം നോർമലി സെലിബ്രിറ്റീസ് കുറേ പേരായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ. അപ്പം ആൾക്കാർക്ക് പൊതുവെയുള്ള ധാരണ ഇപ്പോൾ സെലിബ്രിറ്റീസാണ് വരുന്നെങ്കിൽ അവർ പേ ചെയ്യില്ല, അവർ നമ്മൾ ഫ്രീ ആയിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്, അങ്ങനെയാണ്. അപ്പം നോർമലി എങ്ങനെയാണ് സെലിബ്രിറ്റീസ് വരുമ്പം അവർ നോർമലി പേ ചെയ്യാറുണ്ടോ, അതോ അവർക്ക് ഡിസ്കൗണ്ട്സ് കൊടുക്കുമോ, അങ്ങനെ എങ്ങനെയാണ്? എനിക്കിപ്പം പറയാൻ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ക്ലയൻസ് എന്ന് പറയുമ്പോൾ എനിക്ക് നസ്രിയ തൊട്ട് എല്ലാവരും, അതായത് ഇപ്പോൾ നസ്രിയ, പേളി, ദെൻ അതിഥി, അങ്ങനെ കുറേ അധികം പേരുണ്ട്. അപ്പോൾ ഈ എല്ലാവരും തന്നെ സിനിമ ഇൻഡസ്ട്രിയിൽ എനിക്ക് ഇനിഷ്യൽ ടൈമിൽ കൊളാബ് ചെയ്തേക്കുന്ന, എന്നെ ഹെൽപ്പ് ചെയ്തേക്കുന്ന ഒരുപാട് പേര് ഇൻഡസ്ട്രിയിൽ നിന്നുണ്ട്. അപ്പോൾ ഒരാൾക്ക് ഇഷ്ടപ്പെട്ട് സർവീസ് അടുത്ത ആളെ റെഫർ ചെയ്യും. ഓക്കെ, ഇവരുടെ സർവീസ് നല്ലതാണ്. അപ്പോൾ അങ്ങനെ റെഫർ ചെയ്ത് വന്ന ഒരു ക്ലൈൻറ്റ് ബേസ് ആണ് എനിക്കുള്ളത്. അപ്പോൾ ഇനിഷ്യൽ ടൈമിൽ എല്ലാവരും എന്നെ കൊളാബിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതിലാണ് എനിക്ക് റീച്ച് കൂടുതലുണ്ടായിട്ടുള്ളത്. അതെ, എത്തിയിരുന്നു. ഇപ്പം എല്ലാവരും തന്നെ പേ ചെയ്തിട്ടുള്ള സർവീസസ് ആണ് നമുക്കിവിടെ ചെയ്യുന്നത് ആക്ച്വലി. അപ്പോൾ ഇനി പുതിയതായിട്ട് വരുന്ന ആൾക്കാർ ആഡ് ചെയ്യുന്ന ടൈമിലും ഇപ്പോഴും നമ്മൾ കൊളാബ് ചെയ്യാറുണ്ട്. ബിക്കോസ് അത് നമ്മുടെ ഒരു ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പക്ഷേ ആ ഒരു കൊളാബ് സ്റ്റേജിൽ നിന്ന് ഞാൻ മാറി ഇപ്പോൾ
പേയ്മെൻറ്റ് മോഡിലാണ് എല്ലാവരും ചെയ്യുന്നത്. എല്ലാവരും നല്ല വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ദെൻ വളരെ ഇപ്പം എൻ്റെ അടുത്ത് വന്നിരിക്കുന്ന സെലിബ്രിറ്റി ക്ലയൻസിൻ്റെത് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം, എല്ലാവരും ഒരിടത്തു നിന്ന് അടുത്തടുത്തേക്ക് കൊളാബിന് പോകുന്ന ആൾക്കാരല്ല. ആരൊക്കെ എൻ്റെ അടുത്ത് എന്ന് തൊട്ട് വർഷങ്ങൾക്ക് മുമ്പ് 4 വർഷത്തിന് മുമ്പ് വന്നവരുണ്ടോ ഇന്നും എൻ്റെ കൂടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു ലൈഫിലൊരു മൊമെൻ്റ് ഉണ്ടോ ഭയങ്കര പ്രൗഡ് ആൻഡ് ഇമോഷണലായിട്ട് ഫീൽ ചെയ്തിട്ടുള്ള ഒരു മൊമെൻറ്റ്? ഉണ്ട്. പ്രൗഡ് ആൻഡ് ഇമോഷണൽ മൊമെൻറ്റ് ലൈക്ക് ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഞാൻ ഡിവോഴ്സ്ഡ് ആയിരുന്നു. ഇവിടെ വന്ന ടൈമിൽ ഐ വാസ് സ്ട്രഗ്ലിങ് ലൈക്ക് എനിത്തിങ്. അപ്പോൾ ആ ഒരു ടൈമിൽ നിന്നും ഞാൻ എൻ്റെ സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുന്ന ഒരു ടൈം വരെ, ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയ ടൈമിലും ഇത് തിരിച്ചു വരും, എവിടെ പോവാനാ, ലേഡിയല്ലേ, പെൺകുട്ടിയല്ലേ, എങ്ങനെ കയ്യിൽ 10 പൈസയില്ല. ബിക്കോസ് അവർക്കറിയാം ഏത് സിറ്റുവേഷനിലാണ് ഞാൻ വെളിയിലേക്ക് ഇതിന്ന് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് വെളിയിൽ വന്നത്, ഇതെവിടെ പോകാനാ, ഇത് തിരിച്ചു വരും എന്ന് പറഞ്ഞെടുത്ത് നിന്ന് ഒരുപാട് സ്ട്രഗിളിൽ കൂടെ എൻ്റെ സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത മൊമെൻറ്റിൽ എനിക്ക് എക്സ്ട്രീമായിട്ട് ഇമോഷണൽ ആൻഡ് പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു. ബിക്കോസ് ഞാൻ ഐ അച്ചീവ്ഡ് ഇറ്റ് ബൈ മൈസെൽഫ്, അല്ലാതെ ഒരാളുടെയും ഹെൽപ്പിൽ അത് ചെയ്തില്ല എന്നുള്ളത് എനിക്ക് ശരിക്കും ഒരു പ്രൗഡ് മൊമെൻറ്റ് തന്നെയായിരുന്നു. അതിൽ നിന്നും പിന്നീട് നമ്മൾ അടുത്ത ഫേം സ്റ്റാർട്ട് ചെയ്തു. ആ ടൈമിലൊന്നും എനിക്ക് എൻ്റെ ഫസ്റ്റ് സ്റ്റുഡിയോ തുടങ്ങിയ ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, അത് പറയാൻ പറ്റാത്ത അങ്ങനെ ഒരു ആ ഒരു മൊമെൻ്റ് എനിക്ക് ഒട്ടും എന്താ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനപ്പുറമുള്ള ഒരു ഹാപ്പിനെസ്സാണ് എനിക്ക് തന്നിരുന്നത്. ഇപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ നമ്മൾ ചുറ്റും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ മാരേജ് കഴിഞ്ഞിട്ടുള്ള അബ്യൂസുകളും അതിൽ നിന്ന് പുറത്ത് വരാൻ പറ്റാത്ത രീതിയിൽ പെട്ടുപോകുന്ന കുട്ടികളുടെ ഒരുപാട് കഥകൾ നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്ട്രെങ്ത് എവിടെ നിന്നാണ് കിട്ടിയത്? എങ്ങനെ ഇതിൽ നിന്ന് ഇറങ്ങി വരാം? ബിക്കോസ് നമ്മൾ ഫിനാൻഷ്യലി ഒന്നും സ്റ്റേബിൾ ആയിരുന്നില്ല ആ ടൈമിൽ, ബട്ട് സ്റ്റിൽ യു ഷോ ദാറ്റ് കറേജ് ടു ഗെറ്റ് ഔട്ട് ഓഫ് ഇറ്റ്. അപ്പോൾ ആ ഒരു കറേജ് എങ്ങനെയാണ്? ആ ഒരു കറേജ് ഞാൻ ഒരുപാട് എടുത്ത് എൻ്റെ ഫ്രണ്ട്സിനോടാണെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, അനു, ഞാൻ എല്ലാവരുടെയും പോലെ തന്നെ ഞാൻ കരുതിയിരുന്ന ഒരു കാര്യമുണ്ട്. ഒരു 1 ഇയർ അബ്യൂസിങ് ഫേസിൽ ഞാൻ കരുതിയത് എങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോകും എന്നായിരുന്നു. ബിക്കോസ് ഒരിക്കലും ഞാൻ എൻ്റെ അച്ഛനോടോ അമ്മയോടോ ഞാനൊരു അബ്യൂസിൽ കൂടെ ആണ് കടന്നു പോകുന്നതെന്ന് പറയുന്നുണ്ടായിരുന്നില്ല. ബിക്കോസ് എനിക്ക് പേടിയായിരുന്നു അവർ ഭയങ്കര തളർന്നു പോവോ. കാരണം അച്ഛനും അമ്മയും അത്രയും കാര്യമായിട്ടാണ് ഞങ്ങളെ രണ്ടുപേരെയും വളർത്തിയിരുന്നത്. ആവശ്യമില്ലാതെ ഞങ്ങൾക്കൊരു വഴക്കോ അടിയോ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു അബ്യൂസ് നേരിടുന്ന ടൈമിൽ ഞാൻ ഭയങ്കരമായിട്ട് ഡിവാസ്റ്റേറ്റഡ് ആണ്. ഐ വാസ് ലൈക്ക് ടോട്ടലി ഇമോഷണലി നമ്പായിപ്പോയി. അപ്പോൾ ആ ഒരു ഇയറിൽ ഒരു 1 ഇയറിന് അകത്തേക്ക് എനിക്ക് ഇതിനപ്പുറത്തേക്ക് എടുക്കാൻ പറ്റത്തില്ല എന്നൊരു സിറ്റുവേഷനിൽ ആ ഫാമിലിയിൽ നിന്ന് തന്നെയുള്ളൊരു മെമ്പറാണ് എൻ്റെ അച്ഛനെ വിളിച്ചത് അറിയിക്കുന്നത് ദാറ്റ് ഡോക്ടർ ഇത്രയും മോശം സിറ്റുവേഷനിൽ കൂടെയാണ് കടന്നു പോകുന്നതെന്നും. ആ മൊമെൻറ്റിൽ എൻ്റെ അച്ഛൻ വീട്ടിലുണ്ടായിരുന്നപ്പോൾ കാർ എടുത്തിട്ട് വീട്ടിലേക്ക് ഞാൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് വരിക ചെയ്യുന്നത്. ആ മൊമെൻറ്റിലാണ് എനിക്ക് റിയലൈസ് ചെയ്യുന്നത്, ഇന്ന് ഒരുപാട് ഞാൻ പ്രശ്നങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ആണെങ്കിലും നമ്മൾ ഓരോ ആഴ്ചയും കാണാറുണ്ടല്ലേ, ഓരോ ഇഷ്യൂസ്, സൂയിസൈഡ് അങ്ങനെയൊക്കെയുള്ള. അതിൽ എനിക്ക് എൻ്റെ അതായത് എൻ്റെ ഫാദറും മദറും തന്ന ആ ഒരു സപ്പോർട്ടാണ് അതിലേറ്റവും വലുത്. അതായത് അച്ഛൻ വന്ന മൊമെൻറ്റിൽ എന്നോട് പറഞ്ഞതാ, ഞാൻ നിനക്ക് എഡ്യൂക്കേഷൻ ഇത്രയും തന്നിട്ടുണ്ടായിരുന്നു അല്ലേ, നിന്നെ ഒരാൾ അബ്യൂസ് ചെയ്യുമ്പം അത് വന്ന് റിപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ അത് തിരിച്ച് പ്രതികരിക്കുക എന്നുള്ളതായിരുന്നു അതിൻ്റെത്. അച്ഛൻ അന്ന് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നമുക്കിനി ഈ ബന്ധം വേണ്ട. ആൻഡ് ബാക്കി എല്ലാ ഫാമിലിയിലും അല്ലെങ്കിൽ എല്ലാ പാരൻസും വീട്ടിൽ വന്നതിന് ശേഷം എന്നാൽ നമുക്ക് അവിടെ പോയി സംസാരിച്ചിത് സോൾവ് ചെയ്യാം, അങ്ങനെ എൻ്റെ പേരൻസ് പറഞ്ഞിട്ടേ ഇല്ല. ബിക്കോസ് അത്രയും മോശം സിറ്റുവേഷൻ ആയിരുന്നു എന്നുള്ളതും ആ സിറ്റുവേഷൻ എന്തായിരുന്നു എന്നുള്ളതും അറിയാവുന്നതുകൊണ്ടും അവരെന്നോട് പറഞ്ഞത് ഒറ്റ ക്വസ്റ്റ്യൻ ചോദിച്ചു വീട്ടിൽ വന്നപ്പോൾ, മോക്ക് ഈ ബന്ധം വേണോ വേണ്ടയോ? വേണ്ട എന്ന് പറഞ്ഞു. ശരി, വിട്ടേക്ക്, ഇനി അതിനെപ്പറ്റി സംസാരിക്കേണ്ട എന്ന് പറഞ്ഞ് ആ റിലേഷൻഷിപ്പിൽ നിന്ന് വെളിയിൽ വരാൻ തന്നെ അവർ ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്തത്. ആൻഡ് ഇനിഷ്യൽ ടൈമിൽ എൻ്റെ പേരൻസ് ഈ കഴിഞ്ഞ 4 വർഷവും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എൻ്റെ ആ ഒരു ലോ ഫേസസിലെല്ലാം അത് കടന്നു വരാനും ഓവർകം ചെയ്യാനും അവരെൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. ഒരു തവണ പോലും അവർ തിരിച്ചു പോകുന്നു എന്നൊരു ക്വസ്റ്റ്യനും ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. സോ ഐ എം ബ്ലെസ്ഡ് ഇൻ ദാറ്റ് പാർട്ട്. എൻ്റെ പേരൻസാണ് എനിക്ക് ഏറ്റവും വലിയ സപ്പോർട്ട് ഉണ്ടായിരുന്നത്. ഇപ്പം പേഴ്സണൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് പറഞ്ഞപ്പോൾ സേവിങ്സ് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് എങ്ങനെയായിരുന്നു? ഏതിലാണ് നോർമലി ചെയ്യാറുള്ളത്? വാട്ട് ഡു യു തിങ്ക് ഇസ് ദ സേഫസ്റ്റ് ഫോർ യു? SIP
ആണ് ചെയ്യാറ്. SIP മാത്രമല്ല, SIP ഒരു വൺ ഓഫ് ദ ഇൻവെസ്റ്റ്മെൻറ്റ്. ദെൻ കുറച്ച് പോസ്റ്റൽ സർവീസസിൻ്റെ അങ്ങനെ ചെയ്തിട്ടുണ്ട്, FD ഇട്ടിട്ടുണ്ട്. അങ്ങനെ പല ടൈപ്പ് ഓഫ് മോഡ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇതിനെക്കുറിച്ചൊക്കെ ആരെങ്കിലും രാഖിയോട് പറഞ്ഞു തന്നിരുന്നോ, അത് രാഖി കൺസൾട്ട് ചെയ്തിരുന്നോ? കൺസൾട്ട് ഇപ്പം ഒരു നമ്മളൊരു 40-50,000 കോർപ്പറേറ്റ് ഇൻകത്തിൽ നിന്ന് പെട്ടെന്ന് നമ്മൾ അതിനടുത്തൊരു ലെവലിലേക്ക് എത്തുമ്പോൾ നമുക്കൊരു പേടി ഉണ്ടാവുമല്ലോ, ഇത്രയും ഇൻകം എന്താ ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു ഇൻകം എങ്ങനെ കൺവേർട്ട് ചെയ്യണം, ഇത് എന്ത് ചെയ്യണം, ഇത് ഏത് രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യണം എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു വളരെ നോർമൽ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നാണ്, ആൻഡ് മോർ ദാൻ ഞാനൊരു കോർപ്പറേറ്റ് ജോബിൽ നിന്നാണ് വന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻകം എന്താണെന്ന് നമുക്ക് ഊഹിക്കാം. അപ്പോൾ അതിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് വന്ന ടൈമിൽ ഡെഫിനറ്റ്ലി എനിക്കറിയില്ല ഇതെന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ കൺസൾട്ട് ചെയ്തു, ഐ മീൻ ഒരു ഫിനാൻഷ്യൽ കൺസൾട്ടൻറ്റിനെ കൺസൾട്ട് ചെയ്തു, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അവർ കുറേ ഹെൽപ്പ് ചെയ്തു. പിന്നെ കുറേ വീഡിയോസ് കണ്ടു, കുറേ ഞാൻ തന്നെ റെഫർ ചെയ്ത് കുറേ കാര്യങ്ങൾ പഠിച്ചു. പിന്നെ അതുപോലെ തന്നെ ഇപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴും ഞാൻ സ്റ്റിൽ ഓൺ ദ ലേണിംഗ് പ്രോസസ്സാണ്. കംപ്ലീറ്റ് ആയിട്ട് എനിക്കിതിനെപ്പറ്റി അറിയുന്നല്ല, പക്ഷേ മുമ്പത്തെക്കാട്ടിലും മച്ച് ബെറ്റർ ആയിട്ടുണ്ട്. അങ്ങനെയാണ് പല ഏതൊക്കെ ടൈപ്പ് ഓഫ് സേവിങ്സ് മോഡിലാണ് ഏറ്റവും നല്ലത് എന്നുള്ളത് കണ്ടതും ബെറ്ററായിട്ട് ചൂസ് ചെയ്തതും. അപ്പോൾ നമ്മുടെ നോർമൽ ആക്ച്വൽ ഒരു റൂട്ടീൻ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്കൊരു റാപ്പിഡ് ഫയർ ഉണ്ട്. അപ്പം എന്താണോ ലൈക്ക് മനസ്സിൽ തോന്നുന്നത് അപ്പം ജസ്റ്റ് അത് അപ്പം തന്നെ പറഞ്ഞാൽ. വൺ തിങ് യു വിൽ നെവർ കോംപ്രമൈസ് ഇൻ ബിസിനസ്. ക്വാളിറ്റി. മോസ്റ്റ് എക്സ്പെൻസീവ് സർവീസ് യു ഹാവ് ഡൺ? ദാറ്റ് ഈസ് കസ്റ്റമൈസ്ഡ് എക്സ്റ്റൻഷൻസ്. അത് ആർക്കാന്ന് അങ്ങനെ? അത് എൻ്റെ ഒരു UK ക്ലയൻറ്റിനാണ്. സ്റ്റിൽ ഐ റിമെമ്പർ ലൈക്ക് ഒരു 5 to 6 hours എടുത്തിട്ടുള്ള വർക്കായിരുന്നു. ദാറ്റ് വാസ് ലൈക്ക് ഒരു നെയിൽ പിയേഴ്സിങ് ചെയ്ത്, ദെൻ ഒരു കംപ്ലീറ്റ് ഒരു കസ്റ്റമൈസ് സ്റ്റോൺഡ് ആൻഡ് ഐ മീൻ സ്റ്റോൺ, ദെൻ ഒത്തിരി വരച്ച് ഡ്രോ ചെയ്ത് അങ്ങനെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കസ്റ്റമൈസേഷൻ വർക്കായിരുന്നു. ആൾക്കൊരു ഷോയ്ക്ക് വേണ്ടിയായിരുന്നു. ആ ഔട്ട്ഫിറ്റിന് ചേരുന്ന പോലെ തന്നെ കസ്റ്റമൈസ് ചെയ്തിരുന്നത്. ബിഗ്ഗസ്റ്റ് ഫിനാൻഷ്യൽ റിസ്ക് എന്താണ് ഇതുവരെ എടുത്തിട്ടുള്ളത്? ബിഗ്ഗസ്റ്റ് ഫിനാൻഷ്യൽ റിസ്ക് എടുത്തിരുന്നത്, നെക്സ്റ്റ് നമ്മളൊരു ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ നമ്മൾ അതെ ഒരു നെക്സ്റ്റ്, അതായത് ഇപ്പോൾ ഞാൻ ടേക്ക് ഓവർ ചെയ്തതാണ് ഇപ്പോൾ ഉള്ള ബ്രാൻഡ്, ഐ മീൻ എടപ്പള്ളി നമ്മൾ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തേക്കുന്നത്. സോ ആ ടൈമിൽ നമ്മൾ എടുത്തേക്കുന്ന ഒരു റിസ്ക് എന്ന് പറയുന്നത് ആ ഒരു റിസ്ക് ഫാക്ടറിൽ അവരെന്തുകൊണ്ടാണ് അത് വിറ്റ് പോയത് എന്നുള്ളത് നമ്മൾ തിരക്കിയിട്ടുണ്ട്. സ്റ്റിൽ അവർ പറയുന്ന ഒരു കൺവിൻസിങ് സ്റ്റോറി മാത്രമല്ല, നമ്മളിത് റൺ ചെയ്യുന്ന ടൈമിൽ ആണ് നമ്മൾക്കിതിൻ്റെ നെഗറ്റീവ് എന്തൊക്കെയാണ് എന്നുള്ളത് അറിയുന്നതും. സോ അത് പിന്നീട് നമുക്ക് കോംപ്രമൈസ് ചെയ്യാതെ എങ്ങനെയൊക്കെ അത് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതിൽ കുറച്ച് ഫിനാൻഷ്യൽ ലോസ് നമ്മൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഞാൻ റിസ്ക് എടുത്തിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓക്കെ. ഫസ്റ്റ് സേവ് ചെയ്യാണോ ചെയ്യാറ് അതോ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് സേവ് ചെയ്യാണോ ചെയ്യാറ്? ഇപ്പോഴത്തെയാണോ മുമ്പത്തെയാണോ? കറൻ്റ്ലി ഉള്ളതാണെങ്കിൽ സേവ് ചെയ്യല്ല, സ്പെൻഡ് ചെയ്യുക ചെയ്യുന്നത്. ബിക്കോസ് ഓരോ ദിവസവും ഞാൻ എൻ്റെ മാനേജറിനോട് പറയും, എന്തെങ്കിലും ഒരു ദിവസം എനിക്ക് ഇങ്ങടേക്ക് വരുന്ന ഒരു ബില്ലിൻ്റെ കാര്യം പറയുമോ, എല്ലാ ദിവസവും അങ്ങോട്ടാണല്ലോ എന്ന് പറയാറുണ്ട് തമാശയ്ക്ക്. ബിക്കോസ് അറിയാലോ, ബിസിനസ് ആകുമ്പം 1 to 10 ഒരു നമ്മുടെ സ്റ്റാഫിൻ്റെ ബില്ല്, 2 സ്റ്റുഡിയോയുടെ ബില്ല്, റെൻറ്റ്, ദെൻ അവരുടെ അക്കോമഡേഷൻ റെൻറ്റ്, ഇതെല്ലാം വരും. ദെൻ ഒരു 10 to 20 ആയിരിക്കും കുറച്ചെങ്കിലും എന്തെങ്കിലും എമൗണ്ട് വരുന്നത്. ദെൻ 20 to 30 അഗെയിൻ സാലറി ബിൽ. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ റൺ ചെയ്യുന്നത് ഒരു കംപ്ലീറ്റ് റോളിങ്ങിലേക്കായിരിക്കും. സോ സേവിങ് എന്ന് പറയുന്നത് നമുക്ക് നല്ല സീസൺ ഉണ്ടെങ്കിൽ മാത്രം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ. ഓക്കെ. ഫസ്റ്റ് മെമ്മറബിൾ ആയിട്ടുള്ള ഒരു സാധനം ദാറ്റ് യു ബോട്ട് വിത്ത് യുവർ മണി? ദാറ്റ് ഈസ് മൈ റിംഗ്. ദിസ് വൺ, യാ. ബിക്കോസ് ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരുപാട് റിംഗ് മേടിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഞാൻ അല്ല, ഇത് മെറാൾഡ അല്ല, ആക്ച്വലി ഇത് ഏതായിരുന്നു, തനിഷ്ക്. സോ ഇത് ഞാൻ വാങ്ങിയത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇത് ഞാൻ 2019 ഞാൻ ഈ റിങ് കാണുന്നത്. പക്ഷേ ഈ റിങ് എനിക്ക് വാങ്ങുക എന്ന് പറയുന്നത് എനിക്ക് ആലോചിക്കാൻ പറ്റുന്ന എമൗണ്ട് അല്ല. ബിക്കോസ് ഇറ്റ് വാസ് അറൗണ്ട് 55,000 ആയിരുന്നു. ആൻഡ് മോർ ദാൻ ആ ടൈമിൽ എൻ്റെ സാലറി 20,000 ഉള്ളൂ. സോ ആ ടൈമിൽ എനിക്ക് ഇത് വാങ്ങണമെന്നുണ്ട്, പക്ഷെ വാങ്ങാൻ പറ്റിയിട്ടില്ല. സോ 2021 ഞാനിത് സേവ് ചെയ്ത് വെച്ച് വുമൻസ് ഡേക്ക് എനിക്ക് ഗിഫ്റ്റ് കൊടുത്തതാണ് ഈ റിങ്. സോ ഇതെനിക്ക് വളരെ സ്പെഷ്യലാണ്. ഡ്രീം സെലിബ്രിറ്റി ക്ലയൻറ്റ് ഉണ്ടോ? യാ, ഓഫ് കോഴ്സ്. ഡ്രീം സെലിബ്രിറ്റി ക്ലയൻറ്റ് വാസ് പേളി.
പേളി ഞാൻ എപ്പോഴും പേളിയുടെ കുറേ വീഡിയോസ് ഭയങ്കര വാസ് അല്ല ആക്ച്വലി ഈസ് ഇപ്പോഴും സ്റ്റിൽ ബിക്കോസ് പേളിനെ ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. പേളിക്ക് ഞാൻ ഒരിക്കൽ വർക്ക് ചെയ്യുമെന്ന് ഞാൻ എക്സ്പെക്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബിക്കോസ് പേളിയുടെ എല്ലാ വീഡിയോസും ഞാൻ കാണാറുണ്ട്. എല്ലാവരും ഓൾമോസ്റ്റ് എൻ്റെ സ്റ്റുഡിയോയിൽ വന്നേക്കുന്ന എല്ലാവരും എനിക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നല്ല. എക്സാക്ട്ലി. അപ്പോൾ പേളി വളരെ സപ്പോർട്ടീവായിട്ടുള്ള ഒരു വ്യക്തിത്വമുള്ള ആളും കൂടെയാണ്. ബിക്കോസ് പേളിയുടെ വീട്ടിലെ ഒരു ഫംഗ്ഷൻ വന്നാൽ കസിൻസ് പേളിയുടെ റിലേറ്റീവ്സ് തമിഴ്നാട്ടിൽ നിന്ന് ഐ മീൻ കോയമ്പത്തൂരിൽ നിന്ന് വരുന്നവർ വരെയും നമ്മുടെ സ്റ്റുഡിയോയിൽ വന്ന് വർക്ക് ചെയ്യും. സോ പേളിയാണ് ആക്ച്വലി എൻ്റെ ഡ്രീമായിട്ടുള്ള ഒരു വർക്ക് ചെയ്ത ആളെന്ന് പറയാം. ഡെഫിനറ്റ്ലി കണ്ണടച്ച് എനിക്ക് പറയാൻ പറ്റും. ഒരു കാര്യം ലൈക്ക് പീപ്പിൾ മിസ്അണ്ടർസ്റ്റുഡ് അബൌട്ട് യു. ഞാൻ കേട്ടിട്ടുള്ള കാര്യം അനു, ഇപ്പോൾ വേർഡ് ടു വേർഡ് ഇപ്പം പറയാലോ, ലൈക്ക് ഞാനിത് തുടങ്ങിയ സമയത്ത് കുറച്ചധികം പേർക്ക് കൊള്ളാബ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഇത് അഡ്രസ്സ് ചെയ്യാന്ന് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ എല്ലാ കാലത്തും നമുക്ക് കൊള്ളാബ് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല അല്ലേ. സോ ഇത് കുറച്ച് ഒരുപാടല്ല, കുറച്ച് ഫ്യൂ ആൾക്കാർ വളരെ എനിക്കറിയില്ല, അവരും ഇതുപോലുള്ള ഫീൽഡിൽ കൂടെ കടന്നു പോകുന്നവരും സ്ട്രഗിൾ ചെയ്തേക്കുന്ന ലേഡീസും ആയിരിക്കണം. പക്ഷേ സ്റ്റിൽ നമ്മളൊരു 1 year ഒക്കെ കഴിഞ്ഞപ്പം ഞാൻ മാം എന്തെങ്കിലും ഒന്ന് പേ ചെയ്യാമോ എന്ന് ചോദിച്ചെടുത്ത് അവർ പെട്ടെന്ന് അത് വളരെ ഒഫൻഡഡ് ആയിട്ട് എടുത്തിട്ട് ഇനി ഇവിടേക്ക് വരില്ല എന്ന് പറഞ്ഞ് അടുത്ത സ്റ്റുഡിയോയിൽ പോയിട്ട് ബാക്കിയുള്ള സെലിബ്രിറ്റീസിനെ കോൾ ചെയ്തിട്ട് അവിടെ ഇനി പോകണ്ട, അവിടെ മോശം സർവീസാണ് എന്ന് പറഞ്ഞ് റൂമേഴ്സ് പരത്തുക. അത് കേൾക്കുമ്പോൾ വളരെ ആദ്യമൊക്കെ ഹേർട്ട് ആവുമായിരുന്നു. ഇപ്പോൾ ഐ എം ഓക്കെ വിത്ത് ഇറ്റ്. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ വിളിച്ചിട്ട് പോകാൻ പറ്റില്ല. സർവീസ് വിളിച്ചിട്ട് പോകുന്നവർക്ക് പോകാം, അത് കുഴപ്പമില്ല. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ സർവീസ് അല്ലെങ്കിൽ എന്നെ അറിയുന്ന സർവീസ് ചെയ്യുന്ന ആൾക്കാർക്ക് ആ ഒരു എൻ്റെ ബ്രാൻഡിനോടൊരു ട്രസ്റ്റ് ഉണ്ടാവും, എന്നോടൊരു ട്രസ്റ്റ് ഉണ്ടാവും. ആ ആൾക്കാർ പോവില്ല. പക്ഷേ ആ മൊമെൻറ്റ് നമ്മളത് കേൾക്കുമ്പോൾ ഇത്ര വർഷം നമ്മൾ ഇവർക്കൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടും ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായോ എന്ന് ചോദിക്കുന്നതും, അതുപോലെ തന്നെ നമ്മളറിയാതെ തന്നെ നമ്മുടെ സർവീസ് കൊള്ളില്ല എന്ന് പറയുന്നതും, അങ്ങനെയൊക്കെയുള്ള വിഷമമുള്ള ഘട്ടം ഉണ്ടായിട്ടുണ്ട്. പിന്നീട് ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റി ആൾക്കാർക്ക് ഹെൽപ്പ് ചെയ്തിട്ട് എനിക്ക് പണി വാങ്ങിച്ചിട്ടുള്ള ടൈമുണ്ട്. ലൈക്ക് നമ്മൾ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല, ഡിഗ്രേഡ് ചെയ്യാൻ തുടങ്ങി. എൻ്റെ അടുത്ത് വന്നിട്ട് പോലും ഇല്ലാത്ത ആൾക്കാർ വീഡിയോ എടുത്തിട്ട് അടിയിൽ ഇവിടെ പോവരുത്, ഇവിടെ സർവീസേ കൊള്ളില്ല, ഇവർ പൊട്ടയാ, ഇവർ സർവീസ് കൊള്ളില്ല, ഇങ്ങനെ എഴുതി ഡിഗ്രേഡ് ചെയ്തിട്ടുണ്ടവരുണ്ട്. ആൻഡ് ഡെഫിനറ്റ്ലി അതൊന്നും നമ്മുടെ ബിസിനസ്സിനെ ബാധിച്ചിട്ടില്ല. ബിക്കോസ് എൻ്റെ ബിസിനസ്സും എൻ്റെ സർവീസും അറിയാവുന്നവർ വീണ്ടും അഗൈൻ എൻ്റെ അടുത്ത് തന്നെയാണ് വരുന്നത്. ആൻഡ് ലക്കിലി കഴിഞ്ഞ 3 years മുമ്പ് US-ലും UK-ലും കാനഡയൊക്കെ പോയേക്കുന്ന ക്ലയൻസ് വീണ്ടും അവരുടെ മാരേജ് കഴിഞ്ഞിട്ട് വളക്കാപ്പിന് വന്നിട്ടുണ്ട്, സെക്കൻഡ് ഡെലിവറി, അങ്ങനെ എല്ലാ അവരുടെ ലൈഫിലെ മേജർ ഇവൻറ്റ്സ് എല്ലാം ഞാൻ കാണുന്നുണ്ട്. സോ ഈ ഒരു മൈനർ ഇപ്പം കുറച്ച് ആൾക്കാർ നമുക്ക് എഗെയിൻസ്റ്റ് അത് പറയുക അല്ലെങ്കിൽ നെഗറ്റീവ് പറയുക എന്ന് പറയുമ്പോൾ നമുക്കത് ഒന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഞാൻ പറഞ്ഞ പോലെ ഇനിഷ്യലി ഇറ്റ് വാസ് ഹേർട്ട്ഫുൾ, പക്ഷേ ഇപ്പോൾ ഓക്കെയാണ്. ഇപ്പം ഞാനത് ആ ഒരു റിയാലിറ്റി ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ആദ്യമൊക്കെ നമുക്ക് ഫ്രണ്ട്സ് ആയിട്ട് ഇത്ര ക്ലോസ് ആയിട്ട് ചെയ്തിട്ട് എന്താ ഇവരിങ്ങനെ ചെയ്തത് എന്നൊക്കെ ഞാൻ ആലോചിച്ചൊരു ടൈമുണ്ട്. സോ ആ ഒരു ടോക്സിക് സർക്കിളെ ഞാൻ ഒഴിവാക്കി വളരെ ഫിൽട്ടർ ചെയ്താണ് ഇപ്പം ലൈഫ് കൊണ്ടുപോകുന്നത്. പിന്നെ സെലിബ്രിറ്റി ക്ലൈൻറ്റ് ചെയ്ത് ആർക്കെങ്കിലും ചെയ്തു കൊടുത്തിട്ട് ഭയങ്കര ഒരു ഫണ്ണി മൊമെൻറ്റോ അല്ലെങ്കിൽ ഒരു ഓർത്ത് വയ്ക്കാൻ പറ്റണ എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ടുണ്ടോ? ഫണ്ണി മൊമെൻ്റായിട്ട് അങ്ങനെയില്ല. പക്ഷേ മെമ്മറബിളായിട്ട് മെമ്മറബിളായിട്ട് ഇപ്പോൾ പ്രിയ വാര്യറിൻ്റെ വീഡിയോസ് ലോഞ്ച് ചെയ്തേക്കുന്നത് ഇപ്പോൾ ഒരു നേഹ കക്കറിൻ്റെ കൂടെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതിലൊക്കെ നമ്മുടെ വർക്ക്സും കാര്യങ്ങളും കാണുമ്പോൾ കുറേ ആൾക്കാർ മെസ്സേജ് അയക്കും, ചേച്ചി ഇത് നല്ല ഭംഗിയുണ്ട് പ്രിയയ്ക്ക്, അങ്ങനത്തെ ഒരു മെമ്മറബിൾ കാര്യമുണ്ട്. പിന്നെ 2021-22 ഞാൻ ആമസോൺ പ്രൈമിൻ്റെത് മാത്രമല്ല അതേ ടൈമിൽ തന്നെ നെറ്റ്ഫ്ലിക്സിന് വേണ്ടിയിട്ട് കില്ലർ സൂപ്പിൽ കൊങ്കന റനൌട്ടിന് വേണ്ടി കൊങ്കന സെൻ ശർമ്മയ്ക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ. സോ അതൊരു മെമ്മറബിൾ ഒരു മൊമെൻ്റ് തന്നെയാണ്. ബിക്കോസ് മാമിന് വേണ്ടിയിട്ട് ഞാൻ 2 ഇവൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ എത്ര പേര് നെയിൽ ആർട്ടിസ്റ്റ് അത്രയും അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയെന്ന് എനിക്കറിയില്ല. അന്നൊരു ഫ്രീലാൻസറായിട്ട് എനിക്കതിനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്. സോ അങ്ങനെയുള്ള മൊമെൻറ്റ്സ് എല്ലാം എനിക്ക് വളരെ മെമ്മറബിളാണ്. FD ഗോൾഡ് ഓർ SIP? I must say gold actually. Gold. Yes.
നെയിൽ ആർട്ട് ഓർ നെയിൽ എഡ്യൂക്കേഷൻ? നെയിൽ എഡ്യൂക്കേഷൻ ഫോർ ഷുവർ. എനിക്കതാണ് കുറച്ചും കൂടെ ഇഷ്ടം. ബിക്കോസ് എനിക്ക് ഇനിഷ്യൽ ടൈമിലൊക്കെ നെയിൽ ആർട്ട് ചെയ്യുന്നത്, പക്ഷേ ഇപ്പം എന്ന് വെച്ചാൽ എനിക്ക് ഐ ഹാവ് എ ഗുഡ് ടീം ആക്ച്വലി. വളരെ സപ്പോർട്ടീവായിട്ടുള്ള, വളരെ ക്രിയേറ്റീവായിട്ടുള്ള എൻ്റെ ഒരു ആക്ച്വലി എൻ്റെ ബ്രദറിൻ്റെ പേര് രാഹുൽ എന്നാണ്. അപ്പം അതുപോലെ തന്നെ എനിക്ക് വളരെ ക്ലോസ് ആയിട്ട് ആളാണ് സുമൻ. എൻ്റെ സ്റ്റുഡിയോയിലെ ഓൾ ഇൻ ആളാണ്. അനുശ്രീക്ക് അറിയാമായിരിക്കുമല്ലോ. അപ്പം സുമൻ ആണ് എൻ്റെ റൈറ്റ് ഹാൻഡ് എന്ന് പറയാം. ആൻഡ് സുമനാണ് എല്ലാം ടേക്ക് കെയർ ചെയ്യുന്നത്. സുമൻ്റെ എൻറ്റയർ വില്ലേജ് എൻ്റെ സ്റ്റുഡിയോയിലാണ് ഇപ്പോഴെന്ന് പറയാം. ബിക്കോസ് എൻ്റെ സ്റ്റുഡിയോയിൽ കൂടുതലും കൽക്കട്ട ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫ്സാണ് ഉള്ളത്. അപ്പം അവരാണ് എല്ലാം ടേക്ക് കെയർ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ എന്ന് വെച്ചാൽ എനിക്ക് നെയിൽ ആർട്ട് ഒരു കാലത്ത് അതുണ്ടായിരുന്നു, പക്ഷേ ഇപ്പം എഡ്യൂക്കേഷനോടാണ് കുറച്ചും കൂടെ താല്പര്യം. വൺ ബ്യൂട്ടി ട്രെൻഡ് ദാറ്റ് യു ഡോണ്ട് ലൈക്ക്? ഐ തിങ്ക് ഈ ലൈപ്പോ സെക്ഷൻസ്, ദെൻ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പേടിയാണെന്ന് പറയാം. ഇഷ്ടമല്ല എന്നുള്ളതല്ല, പേടി. ദെൻ ലിപ് ഫില്ലിങ് എനിക്ക് ഭയങ്കര വിയേർഡായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അത്രയും ഇൻട്രസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ആ രണ്ട് കാര്യം, ലൈപ്പോ സെക്ഷനെക്കാട്ടി കൂടുതൽ ലിപ് ഫില്ലിംഗ് ആണ് എനിക്ക് ഇതെന്താ എന്ന് തോന്നിയിട്ടുള്ള ഒരു കാര്യം. ഇപ്പം നമ്മുടെ റാപ്പിഡ് ഫയർ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ക്ലോസിങ്ങിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് രാഖിക്ക് ഇപ്പം ആസ് എ വുമൺ ഓണ്ടർപ്രണർ നമുക്ക് കുറേ ചാലഞ്ചസ് ഉണ്ട്. അതെ, ഓഫ് കോഴ്സ്. ഒരുപാട് ചാലഞ്ചസ് ഉണ്ട്. അപ്പോൾ ഹൗ ഡു യു ഹാൻഡിൽ ഒരു ഡൗൺ മൊമെൻറ്റ്സ് വരുമ്പം എങ്ങനെ ഹാൻഡിൽ ചെയ്യും? പിന്നെ ഹൗ ഡു യു എങ്ങനെയാണ് വീണ്ടും റീഗെയിൻ ബാക്ക് ചെയ്യുന്നത്? ഓക്കെ, സോ എന്നെ സംബന്ധിച്ച് എല്ലാ കാലവും ഇങ്ങനെ ആ ഒരു ഇതിലായിരിക്കില്ല. ഒരു ഡൗൺ ഉണ്ടാവും, ഒരു അപ്പ് ഉണ്ടാവും, അങ്ങനെ. അപ്പോൾ ഇനിഷ്യൽ ടൈമിൽ ഞാൻ ഭയങ്കര സ്ട്രെസ്ഡ് ആവുമായിരുന്നു. അപ്പോൾ എൻ്റെ സി എ ഒക്കെ ഞാൻ പറഞ്ഞല്ലോ, സി എ ആൻഡ് ഒരു ടീം എനിക്കുണ്ട്. ആൻഡ് മാനേജർ വിഷ്ണു, മാനേജറൊക്കെ എല്ലാവരും വളരെ സപ്പോർട്ടീവാണ്. അപ്പോൾ ഇവരെല്ലാവരും ഒരു നമ്മളിപ്പം ഒരു സെയിലിൻ്റെ കുറച്ചൊരു ഗ്രോത്ത് കുറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഇയറിൽ എനിക്ക് തോന്നുന്നു ബാക്കി എല്ലാ ഇയറിനെക്കാട്ടിയും കുറച്ചുകൂടെ എന്താ പറയുക, ബിസിനസ് മഴ എന്നുള്ളതൊരു വളരെ വലിയൊരു ഫാക്ടറായിരുന്നു. കുറച്ചൊരു ഡൗൺ ആക്കിയൊരു മന്താണ്. പക്ഷേ ഡെഫിനറ്റ്ലി നമ്മളത് ഇത് ചെയ്യുന്നത്, കീപ്പ് ചെയ്യുന്നത് അതിൻ്റെ കൂടെ തന്നെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ക്ലാസ്സസും കൂടെ ഹാൻഡിൽ ചെയ്തിട്ടാണ്. അപ്പോൾ അതിൽ ഈ ഡൗൺ മൊമെൻറ്റ്സ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും കൂടുതൽ ബിസിനസ്സിൻ്റെ ഇത് വരുന്ന ടൈമിൽ എനിക്ക് സ്ട്രെസ്സ് തരുന്നത് കൂടുതലും ഫിനാൻഷ്യലിനെക്കാട്ടി കൂടുതൽ സ്റ്റാഫ് മാനേജ്മെൻറ്റിലാണ് അനു. സോ ഇതിൽ ഒട്ടും, അതായത് നമ്മളുടെ അടുത്ത് നിന്നിട്ട് കുറച്ച് ദിവസം വർക്ക് ചെയ്ത് വളരെ വൃത്തിയായതിനു ശേഷം പിന്നീട് അവിടുന്ന് പോവുക, ഒരു കൺസിസ്റ്റൻസി ഇല്ലാത്തൊരു ഒരു സ്റ്റാഫ് ബേസ് ഉണ്ടായിരുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു എനിക്ക്. പിന്നീട് നമ്മൾ അർഹിക്കാത്ത എമൗണ്ട് ഒരിക്കലും, അതായത് ഒരാളുടെ വർക്കിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് നമ്മളൊരാൾക്ക് സാലറി കൊടുക്കാവുള്ളൂ എന്നുള്ളത് ഞാൻ പഠിച്ചതും ഈ ബിസിനസ്സിൽ ഇറങ്ങിയതിന് ശേഷമാണ്. അതിന് അപ്പുറത്തേക്ക് കൊടുത്താലും അവർ നമ്മുടെ ശത്രുക്കളായി തീരും എന്നുള്ളതും ഞാൻ പഠിച്ചൊരു കാര്യമാണ്. സോ ആ ഒരു മൊമെൻ്റൊക്കെ എന്നെ വല്ലാണ്ട് ഡൗൺ ആക്കിയൊരു ടൈം ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ നമ്മൾ തിരിച്ച് ഞാൻ എത്തുന്നതെന്ന് വെച്ചാൽ ഐ ഹാവ് ടു കൺവിൻസ് മൈ സെൽഫ്, അല്ലാതെ മറ്റൊരാൾ പറഞ്ഞാൽ ഞാൻ കൺവിൻസ്ഡ് ആവില്ല. ഓക്കെ, ഇത് നമ്മൾ ഇന്ന സൊല്യൂഷനിൽ കൂടെ കംപ്ലീറ്റ് ചെയ്യണം. ഇപ്പം ഇന്നടത്ത് ഡൗൺ വന്ന അടുത്തടുത്ത് ഇപ്പം നമുക്കൊരു വേറെ 2-3 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ആ ഓപ്ഷനിൽ എങ്ങനെ ആ ടൈം സീസൺ നമ്മൾ കൊണ്ടുവരാം മുകളിലേക്ക് എന്നുള്ളതൊക്കെ ഓൾട്ടർനേറ്റീവായിട്ട് ഞങ്ങൾ ചെയ്ത് അങ്ങനെയാണത് ഹാൻഡിൽ ചെയ്തുകൊണ്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു പോഡ്കാസ്റ്റിൽ നമ്മൾ ആക്ച്വലി ഡിഫറെൻറ്റ് ബോക്സ് ഓഫ് ലൈഫ് എന്നുള്ള ആൾക്കാരെ കൊണ്ടുവരാന്നുള്ള ഒരു തോട്ടായിരുന്നു എപ്പോഴും ഉണ്ടായിരുന്നത്. സോ അപ്പോൾ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് നെയിൽസ്. അപ്പോൾ ഞാനും സ്ഥിരമായിട്ട് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഐ റിയലി വാണ്ടഡ് ടു ഡു എ പോഡ്കാസ്റ്റ് വിത്ത് യു. അപ്പോൾ ഇത് തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചിരുന്നു ഐ വാണ്ടഡ് ടു ടേക്ക് എൻ എപ്പിസോഡ് വിത്ത് അനു. ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ അനു ഇങ്ങനെ പോഡ്കാസ്റ്റിംഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അനു കൂടുതലും ഫിനാൻഷ്യൽ അങ്ങനെയുള്ള ഇതിലാണല്ലോ കൂടുതലുള്ളത്. അപ്പോൾ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അനു ഏതെങ്കിലും CA അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏരിയയിൽ നിന്നുള്ള ആൾക്കാരെയാണ്. വളരെ സർപ്രൈസിംഗ് ആയിട്ടാണ് അനു വിളിച്ചത്. ആൻഡ് താങ്ക് യു സോ മച്ച്. ആൻഡ് 1 year ആയിട്ട് ഞാൻ ഇൻ്റർവ്യൂ ചെയ്തിട്ടില്ല. ആൻഡ് ദിസ് ഈസ് മൈ ഫസ്റ്റ് പോഡ്കാസ്റ്റ്. ആൻഡ് താങ്ക് യു സോ മച്ച് അനു ഫോർ ഇൻവൈറ്റിംഗ്. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. താങ്ക് യു.